ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു കേട്ടോ. മഞ്ഞുമില്ല, തണുപ്പുമില്ല, നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇന്ന്. അങ്ങനെ രാവിലെ എണീച്ച് മുറ്റത്തു കൂടെ കുറച്ചു നേരം നടന്നു. രാവിലെ കുറച്ചു നേരം ചെടികളെയൊക്കെ നോക്കി നിൽക്കുന്നത് പതിവാണ്. അങ്ങനെ പൂക്കളുകളെല്ലാം വിരിഞ്ഞോ നോക്കിയും ഓരോ ചെടിക്ക് പുതിയ നാമ്പുകൾ പൊട്ടിയോ നോക്കിയും അങ്ങനെ കുറച്ചു നേരം ചെടികളുടെ അടുത്ത് കഴിച്ചു കൂട്ടും. പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി. ഞാനും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ. മമ്മി അച്ഛൻ കടയിൽ പോയി, ഏട്ടൻ വർക്കിനും പോയി. പിന്നെ ഞങ്ങൾ തനിച്ചല്ലേ ഉള്ളൂ. ഇന്നത്തെ കാലാവസ്ഥ നന്നായതുകൊണ്ട് തന്നെ മനസ്സിന് എന്തോ നല്ലൊരു ആശ്വാസമായിരുന്നു. നല്ല തെളിഞ്ഞ ആകാശം. ഇവിടെ വീടിന് ചുറ്റും നിറയെ മരങ്ങളാണേ. പ്രകൃതിയെ നോക്കി നിന്നാൽ വയറ്റിലേക്കൊന്നും പോകാത്തതുകൊണ്ട് നേരെ അടുക്കളയിൽ കയറി. രാവിലത്തേക്ക് കഴിക്കാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അപ്പം അമ്മൂസ് എൻ്റെ കൂടെ നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മക്കൾക്കൊക്കെ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ചപ്പാത്തി പൊന്തിയില്ലെങ്കിൽ ഭയങ്കര വിഷമാണ്. അങ്ങനെ ഞാനിവിടെ ചപ്പാത്തി ചുടുമ്പോൾ അമ്മൂസിന് ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്ത് അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളും. അങ്ങനെ ഏട്ടൻ്റെ കുഞ്ഞിക്കസേരയിൽ അവളെ ഇരുത്തി ചപ്പാത്തി കൊടുക്കുമ്പോഴത്തേക്കും അവിടുന്ന് കുഞ്ഞൂസിൻ്റെ വിളി വന്നു. പോയി നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ണും തിരുമിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ആൾക്ക് ചെറിയൊരു നാണം വന്നു തുടങ്ങി. പിന്നെ അങ്ങനെ ഇരുന്നു കുറച്ചു നേരം. പിന്നെ ഞാൻ വീഡിയോയിലേക്ക് നോക്കുക പറഞ്ഞപ്പോൾ അവന് ചെറിയ നാണം വന്നിട്ട് അങ്ങനെ ഇരുന്നു. ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അവൻ എണീച്ച് വന്ന കോലത്തിൽ അവനെ കണ്ടാൽ മോശമല്ലേ, അതുകൊണ്ട് അവൻ മുഖവും പൊത്തി അവിടെ അങ്ങനെ കിടന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കുത്തി പൊക്കി ഫോണിലേക്ക് നോക്കി ഒന്ന് ചിരിക്കടാന്ന് പറഞ്ഞപ്പോൾ ഈ കണ്ട ചിരിയാണിത്. പിന്നെ അവന് ബ്രഷെല്ലാം കൊടുത്തു, ബ്രഷ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അവന് ബ്രഷ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവൻ ബ്രഷ് ചെയ്യാൻ തുടങ്ങി. അവന് പറഞ്ഞു കൊടുക്കുന്ന പോലെ ബ്രഷ് ചെയ്യും. ബ്രഷ് ചെയ്ത് വന്നപ്പോഴേക്കും ഞാൻ ചപ്പാത്തി കൊടുത്തു. അവന് കറിയൊന്നും വേണമെന്നില്ല, കുറച്ച് പഞ്ചസാര കിട്ടിയാൽ അവൻ അത് തന്നെ ധാരാളം. ഏട്ടൻ എണീച്ച് വന്നപ്പോഴേക്കും ഏട്ടൻ്റെ കസാരയിൽ നിന്ന് അമ്മൂസ് ഒഴിഞ്ഞു കൊടുത്തു. പിന്നെ ഏട്ടനായി അതിലിരുത്തം. ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറുപയർ തേങ്ങ അരച്ച് വെക്കാത്തതാണ് ഇഷ്ടം. ഈ മുളകൊക്കെ കീറിയിട്ട് വറവിട്ടെടുക്കൂലേ, അങ്ങനെ എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ചെറുപയറെല്ലാം കഴുകി കുക്കറിലിട്ട് വെള്ളം ഒഴിച്ചു. അങ്ങനെ മൂടി ഗ്യാസിലങ്ങ് വെച്ചു. പിന്നെ അവനെ വിസിൽ വരാൻ വേണ്ടിയിട്ട് വെറുതെ വിട്ടു. അവൻ 3-4 വിസിൽ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഉള്ളിയും കിഴങ്ങൊക്കെ മുറിക്കാമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് അതെല്ലാം അടുപ്പത്ത് വെച്ച് വന്നപ്പോഴേക്കും നമ്മുടെ കാക്കച്ചി അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിവിടെ എന്നും വരാറുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താക്കും, എന്തെങ്കിലും കടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ അതിനെ വെറുതെ വിട്ടാൽ അത് വന്ന് എടുത്ത് തിന്നോളും. 2 വരാറുള്ളതാ, പക്ഷേ ഇന്ന് എന്തോ ഒന്നേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കൊടുത്തത് മൊത്തം ഒറ്റയടിക്ക് വായിലാക്കി അതിൻ്റെ മണ്ടയ്ക്ക് പോയിരുന്ന്, പുരേൻ്റെ മണ്ടയ്ക്ക് പോയിരുന്ന് അത് കൊത്തിപ്പെറുക്കി തിന്നലായിരുന്നു അതിൻ്റെ പണി. അങ്ങനെ കാക്കച്ചി അമ്മയെ തിന്ന സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും വയറ്റിലാക്കണ്ടേ. അങ്ങനെ ഞാൻ ചപ്പാത്തി എടുത്തു, കറി ഒഴിച്ചു. നമുക്കപ്പോൾ ഇനി കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ പറഞ്ഞ പോലെ ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചെടികളിലൊക്കെ നിറച്ചും പൂക്കളും നല്ല തെളിഞ്ഞ ആകാശവും ഒക്കെ കണ്ട് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാനിതൊന്ന് അകത്താക്കട്ടെ. ടാറ്റാ ബൈ ബൈ.